നേരത്തെ പറഞ്ഞു ഡാൻസും പഠിച്ചിട്ടുണ്ട്, അപ്പം പ്രണയ വിവാഹമായിരുന്നു എന്നൊക്കെ. പ്രണയത്തിന്റെ മുദ്ര അയ്യോ തെറ്റിച്ചു എൻ്റെ അമ്മനെ കൊല്ലും. ഇത് മോനായിട്ട് ഇങ്ങനെ ആഴത്തിലുള്ള പ്രണയം, അതന്നെ, ഇത് ഡീപ്പാണ് എന്തായാലും. ഇപ്പം മറ്റേല വെച്ചാൽ ഇങ്ങനെ ആനന്ദാവസ്ഥയിലൊന്നിരിക്കുന്നതാണ്, പിന്നെ ശൃംഗാരം ഒക്കെ ഉണ്ട്. ഡാൻസ് ഇല്ലാത്ത എന്താ ഉള്ളത്? വൺ നൈറ്റ് പ്രണയത്തിന് മാത്രം ഡാൻസിന് മുദ്രയുണ്ടോ എന്ന് എനിക്കറിയില്ല, ബാക്കി എല്ലാത്തിനും ഉണ്ട്. അല്ല, ദാറ്റ് ഈസ് റൈറ്റ്. ഞാൻ ആ അവസ്ഥ പിക്ചറൈസ് ചെയ്യായിരുന്നു. എവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു, അത് വേറൊരു തലമല്ലേ. പ്രണയം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഒരു, അത് എത്ര വിവരിച്ചാലും മതിയാവില്ല. അമ്മ ആസ് എ ടീച്ചർ അമ്മ എങ്ങനെ കാണും? മൈ ഗോഡ്, അമ്മ ആസ് എ ടീച്ചർ എന്ന് വെച്ചാൽ അമ്മയുടെ സ്റ്റുഡൻസ് ഒക്കെ അമ്മയുടെ മക്കളാണ്. ആക്ച്വലി ഞങ്ങളെക്കാളും സ്വന്തം മക്കൾ പോലെ അമ്മയുടെ സ്റ്റുഡൻസ് ആണ്. ബിക്കോസ് അമ്മ അങ്ങനെ ഒരു ടീച്ചർ എന്നുള്ളൊരുപരി സ്ട്രിക്റ്റ് ടീച്ചറാണ് കേട്ടോ. എന്നെയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛൻ എന്നെ കോലൊക്കെ വലിച്ചെറിഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് പോയിരുന്നു, അങ്ങനത്തെ അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഡാൻസിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. ബിക്കോസ് അവരൊരു ഗിഫ്റ്റഡ് ബ്ലെസ്ഡ് ലൈഫാണ്. അല്ലെങ്കിൽ എത്ര കാലം, ഇപ്പോൾ 70 വയസ്സാണ്, എന്നിട്ട് ഇപ്പോഴും നമ്മളെക്കാളൊക്കെ 1.5 മണിക്കൂർ പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാമിന ഉണ്ട്. ഈ വയസ്സ് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടാവില്ല, പക്ഷെ എന്നാലും എന്ന് വെച്ചാൽ 50 വർഷമായിട്ട് ഡാൻസിൻ്റെ ഫീൽഡിൽ നിലനിൽക്കുക. സോഷ്യൽ മീഡിയ ഫ്രണ്ട്ലി അല്ല, ലാംഗ്വേജസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര കമ്മ്യൂണിക്കേറ്റീവ് അല്ല. പക്ഷെ അവനാൻ ചെയ്യുന്ന കലയെ ഉപാസിച്ച് അത് സ്റ്റുഡൻസിനെ നന്നായി, എത്ര സ്റ്റുഡൻസ് അറിയോ ലോകത്ത് എവിടെ പോയാലും അമ്മയ്ക്ക് സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ അതാണ് ഒരു അധ്യയനത്തിന്റെ അധ്യാപകന്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതെ, പിന്നെ എവിടെ പോയാലും ഏതൊരു കോർണറിൽ പോയാലും അമ്മയുടെ ഒരു സ്റ്റുഡൻ്റെങ്കിലും വന്ന് കാണും. പിന്നെ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ സ്റ്റുഡൻസ് നന്നായി ചെയ്യുന്നതും തന്നെ കൊറിയോഗ്രാഫ് ചെയ്യുന്ന അമ്മ പുഷ് ചെയ്യും കുറേ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാര്യം ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ ശിഷ്യരെയും കൂടെ വളർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ. അതെ, അതും പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഗുരുകുല സമ്പ്രദായമാണ്. കുറെ ദൂരത്തു നിന്ന് വന്ന് നിൽക്കണ ഞങ്ങളൊരു ഫാമിലിയുടെ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ച്, അതാണ് അമ്മയ്ക്ക് ഇത്രയും ഇഷ്ടം എന്ന് പറയുന്നത്. അതെ, സോ ഞങ്ങളൊരു ഫാമിലി എക്സ്റ്റൻഷൻ ആണ്. പക്ഷെ അതായിരിക്കും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നമുക്ക് വാല്യൂസ് ഒക്കെ കുറച്ചുകൂടെ കിട്ടുക. കാര്യം ടീച്ചേഴ്സിന്റെ കൂടെ നമ്മുടെ അധ്യാപകരെ നമ്മൾ കണ്ടു പഠിക്കുകയല്ലേ, അവരുടെ ജീവിതമേ ഒരു വലിയ സന്ദേശമാണ്. അപ്പം നമ്മൾ അതാ ഗുരുമുഖത്ത് നിന്ന് തന്നെ ആർജിച്ചെടുക്കുമ്പോൾ അതൊരു ഒരു വണ്ടർഫുൾ ഫീലിംഗ്. അതെ, എന്നിട്ട് അമ്മയ്ക്ക് ഒരു ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തൊരു ഗുണമെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ ഫാമിലിയിൽ ജനിച്ച മക്കളായ കാരണം ഞങ്ങൾ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ ഒരു ഫീൽഡിൽ ലിബറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛൻ ഫ്രീഡം ആണല്ലോ അവരുടെ ഫിലോസഫി. അതെ, ബിക്കോസ് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു പൊസസീവായിട്ടുള്ളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കലും ഈ കലാമണ്ഡലം ക്ഷേമാവതി ഈ നിലയിൽ എത്തില്ലായിരുന്നു, പത്മശ്രീയും കിട്ടില്ലായിരുന്നു. ബിക്കോസ് അച്ഛൻ അങ്ങനെ വിട്ടില്ല. ഇപ്പം അച്ഛൻ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ചെയ്യാച്ച അച്ഛനും ഒരു ഫ്രീഡം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ചേരേണ്ട സംഭവങ്ങൾ ചേരുമ്പോഴുള്ള ഒരു ഗ്രോത്ത് ഇല്ലേ, നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് പോസിറ്റീവ് എനർജി. പ്രോബ്ലംസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രോബ്ലംസ് ഇല്ലാതെ എന്താണ്, പക്ഷെ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളിടത്താണ്. അല്ലാതെ പ്രോബ്ലംസ് ഇല്ല എന്ന് പറയുന്നത് അതൊരു പെയിന്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതൊക്കെ ഫേക്കാണ്. എല്ലാവരും ഭയങ്കര എപ്പോഴും ഹാപ്പിയാന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് ഓർപ്പിച്ചോണം. മുണ്ട് തല കെട്ടിയിട്ടുള്ള വഴക്കൂടലാണ് കാര്യം. അങ്ങനെയല്ലല്ലോ, അതിലല്ല കാര്യം. അതിലെനിക്ക് തോന്നുന്നു ഒരു ഫീലിംഗും ഇല്ല. പക്ഷെ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനെ എത്രത്തോളം ഭംഗിയായി കൈകാര്യം ചെയ്യാന്നുള്ളതിലാണ് വിജയം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ബേസിക്കലി എൻ്റെ അമ്മ അച്ഛനോട് പറയും, പവി എന്താ കമേഴ്ഷ്യൽ സിനിമ ചെയ്യാത്തത്? അച്ഛൻ്റെ കുറച്ച് ആർട്സി ഡീപ്പ് പ്രൊഫൗണ്ട് മൂവീസാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്ഥിരം ഇതാണ്, ഒരു ഫ്രഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്ത് പറയും, നീ എന്ന് ക്യാബറേ ചെയ്യണോ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ചെയ്യണോ അന്ന് ഞാൻ കമേഴ്ഷ്യൽ പടം നിൽക്കണം. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും എൻ്റെ കലേനെ ഐ റെസ്പെക്ട് യുവർ ആർട്ട്, യു റെസ്പെക്ട് മൈ. സോ അവിടെ പിന്നെ ആർഗ്യുമെന്റ് ഇല്ല. അപ്പം അങ്ങനത്തെ അനക്ഡോട്ട്സ് കേട്ടാണ് ഞാൻ വളരെയിരിക്കുന്നത്, ഞാൻ എൻ്റെ അനിയത്തിയും. സോ ഇറ്റ്സ് ബ്രില്യൻറ്റ്. എനിക്ക് ആ റിപ്ലൈ ഞാൻ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യണം സാർ. അതെ, അച്ഛൻ്റെ 1 ലൈൻസ്. അച്ഛൻ മരിച്ച സമയത്ത് കുറച്ച് മനോരമയിൽ ശ്രീ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പവീസംസ് എന്ന് പറഞ്ഞിട്ട് 4 പേജിൻ്റെ ഒരു കോമിക്, അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. വിച്ച് ഈസ് എൻ അമേസിങ് തിങ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ
ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അച്ഛൻ എത്രത്തോളം സിനിമ ഡിസ്കസ് ചെയ്യുമായിരുന്നു? ചെയ്യാൻ പോകുന്ന സിനിമയല്ല ഞാൻ പറഞ്ഞത്, വീട്ടിൽ ചർച്ചയിൽ സിനിമ എന്നുള്ളൊരു വിഷയം വരുമായിരുന്നു? വീട്ടിൽ ചർച്ചയെന്ന് വെച്ചാൽ അച്ഛൻ എല്ലാതും, ക്വാണ്ടം ഫിസിക്സ് തൊട്ട് ആസ്ട്രോളജി, ആസ്ട്രോഫിസിക്സ്, സിനിമ, മ്യൂസിക് എല്ലാം. അച്ഛൻ ഒരു ഭയങ്കര വൊറേഷ്യസ് റീഡറായിരുന്നു. അത് കാരണം അച്ഛന് ലോകത്തിലെ എല്ലാ ടോപ്പിക്സും, പൊളിറ്റിക്സ് ആയാലും എന്തും. പക്ഷെ ഞങ്ങൾ ഭയങ്കര ചെറുതായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. നമ്മളൊരു സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ എത്തുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും, ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അപ്പം അത് കാരണം, പക്ഷെ എന്നാലും ഉള്ള സമയം കൊണ്ട് ഇതൊക്കെയാണ്. ഹി വാസ് ഫണ്ണി, ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, എന്ത് പറഞ്ഞാലും ചിരിപ്പിക്കുകയായിരുന്നു. സോ അതാണ് ഇപ്പം ലൈഫിനെ എല്ലാത്തിനെയും ഹ്യൂമറുടെ ഒരു ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. നമ്മൾ ആർട്ടിൽ നിന്നും ശരിക്കും വീട്ടിൽ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നും പോയി ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണം കഴിച്ച ഒരാളും ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റാണ്, സിനിമാറ്റോഗ്രാഫറാണ്. 1983 കോഹിനൂർ, കിളിപ്പോയി, 100 Days of Love, എത്ര സിനിമകൾ. അപ്പം എങ്ങനെയാണ് അത് എത്രത്തോളം ഇപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്യാറായല്ലോ, എങ്ങനെ ഡിസ്കസ് ചെയ്യും? പ്രതീക്ഷ ഭയങ്കര ഷൈ ആണ്, ഇങ്ങനെ ഇൻട്രോവേർട്ട്. ഇപ്പൊ കുറച്ച് കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് ഞാനൊരു ഭയങ്കര പ്രാന്തിയാണ്. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം. സോ എനിക്കിങ്ങനെ ക്വൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ലൈഫ് 9 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഒരു ഉത്തരം അത് പറ്റില്ല. ഇപ്പൊ പിന്നെ എന്ത് ചോദിച്ചാലും പക്ഷെ ഇപ്പൊ നമ്മൾ മാറ്റും കേട്ടോ, ഇപ്പൊക്കെ മാറും. അത് നമ്മുടെ ഒരു റോങ് ബിലീഫാണ്. ഇഫ് യു കീപ് ഓൺ ഡൂയിങ് ദിസ്, 10th year, 15th year, 20th year ഒക്കെ കഴിയുമ്പോൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പക്ഷെ ഇപ്പൊ തന്നെ മാറി തുടങ്ങി. ബിക്കോസ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഭയങ്കര ചേഞ്ചാണ്. ഞാനെപ്പോഴും പറയും, എൻ്റെ അച്ഛൻ ആർട്ട് ഫിലിം മേക്കറായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ലൈഫ് ആർട്ട് ഫിലിം പോലെ പറ്റില്ല. എനിക്ക് മാസി എന്റർടൈൻമെന്റ്, എനിക്ക് ഏത് നേരം സംസാരിക്കണം, എനിക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. ഇത് ഓക്കെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഫിനിഷ് അല്ല, എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ വേണം. ബേസിക്കലി അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ നമ്മൾ സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ കാണും. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ബിക്കോസ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഫിലിം മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള കുറച്ച് കോമൺ ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് ഒരേ ടേസ്റ്റാണ്, ട്രാവൽ ഇഷ്ടമാണ്, ഫുഡ്സ് സിമിലർ ടേസ്റ്റ് ആണ്. അനു താരപ്പകിട്ടിൽ വന്നപ്പം പറഞ്ഞു എന്താ ഈവയുടെ കുക്കിങ്ങിനെ കുറിച്ച് വിവരിക്കാനൊന്നും ഇല്ല. അപ്പൊ എന്നാ ഈ കുക്കിംഗ് കൂടെ പഠിച്ച് കലയോടൊപ്പം? കുക്കിംഗ് ഒരു കലയാണ്. ആക്ച്വലി എന്താ അറിയോ, എനിക്ക് സ്വാദുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അന്ന് എൻ്റെ മൂഡ് ഫുൾ ഓഫാണ്. സെയിം ഹിയർ. അതെ, ഞാനും അതിനു വേണ്ടി കുക്കിംഗ് പഠിച്ച്. കുക്കിനെ കൊണ്ട് ഉണ്ടാവിച്ചാൽ ഞാൻ വായിൽ വെക്കില്ല. അപ്പോൾ പട്ടിണിയാണ്. അപ്പോൾ പട്ടിണി കിടന്നാൽ ഇനിയും ദേഷ്യം വരും. അപ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ 3 ആൺമക്കളാണ് ഉള്ളത്. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ട്, അപ്പോൾ അവരൊരു സീക്രട്ട് ഫെമിനിസ്റ്റ് ആണ്. അവർ 3 മക്കളെ അങ്ങനെയാണ്, അവരറിയാണ്ട് ഭയങ്കര ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരാണ് 3 ബ്രദേഴ്സും. അപ്പോൾ ഹസ്ബൻഡും അങ്ങനെ. ഇപ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ആളെല്ലാതും ചോപ്പ് ചെയ്ത് തരും. പിന്നെ വൃത്തിയുടെ ഒബ്സെഷനാണ്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്നത് അത് കാര്യത്തിൽ മാത്രമാണ്. എന്നുവെച്ചാൽ വൃത്തി, ഞാൻ അത്ര വൃത്തി ഇല്ല, ഷൂസൊക്കെ ചിലപ്പോൾ അവിടെ പാളി നേരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, അതൊരു വേറെ കാര്യം. സോ അങ്ങനെ ഒരു ചോപ്പ് ചെയ്ത് ഞാൻ കുക്ക് ചെയ്യും. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, പുതിയ കൈൻഡ് ഓഫ് ക്വിസിൻ. എന്താണ് ഇവയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്? മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തന്നെ ഒരു പാസ്താസ് ഉണ്ടാക്കും. കുറേ എനിക്ക് ഇറ്റാലിയൻ ഫുഡ് ഇഷ്ടമാണ്. പിന്നെ നാടൻ ഭക്ഷണം ഞാൻ അസലായിട്ട് ഉണ്ടാക്കും. മീൻ കറി, നല്ല പ്രോൺസ്, പീര പറ്റിച്ച എല്ലാം ഉണ്ടാക്കും. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നെ മിക്ക ആൾക്കാരും കണ്ട വിചാരിക്കും വെള്ളം തിളപ്പിക്കാൻ കൂടി അറിയുണ്ടാവില്ല. പക്ഷെ ഞാൻ അസലായിട്ട് വാങ്ങിച്ചു. അപ്പൊ അവരോടൊന്നും ഞാൻ പറയില്ല. വീട്ടിലേക്ക് ഒരു ദിവസം ക്ഷണിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ആരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സെയിം ഇയർ. ഞാനൊരു ഹാർഡ് കോർ വെജിറ്റേറിയൻ ആണ്, ബട്ട് ഐ കുക്ക് നോൺ വെജ് ലൈക്ക് എനിത്തിങ്. എന്റെ വല്യമ്മ അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ എനിക്കൊന്നും ടേസ്റ്റ് പോലും ചെയ്യണ്ട. ചിലയിടത്ത് നമ്മൾ എന്താ പറഞ്ഞ ആത്മപ്രശംസ മരണാനുതുല്യം കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പറയാൻ നമുക്ക് നിവൃത്തില്ല. ആരെങ്കിലും പറയണ്ടേ? ആരും പറയില്ല. എക്സാക്ട്ലി. ഇത് എന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോ ആർക്കൊരു വിലയില്ല. ഇപ്പൊ ഒരു ദിവസം ഇല്ലെങ്കിൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ബോംബെ. അതാ ഞാനും അതെ, എന്നെ മിസ് ചെയ്യുമ്പോൾ എനിക്കും അതെ. അങ്ങനെ ഒരാഴ്ചയൊക്കെ ഇല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ ഒരു വിശേഷണം കേൾക്കാം. ഇന്നത് കൊടുത്തുടനെ പറഞ്ഞൂടെ? അതെ അതെ, എക്സാക്ട്.
പക്ഷെ മുറ്റത്ത് മുകളിലേക്ക് മണമില്ല എന്നല്ലേ പറയാം. എൻ്റെ അമ്മയത് പറയും. ഞാൻ ഇങ്ങനെ ഒരു പക്ഷെ അത് വെറുതെയാണ്, അതൊന്ന് എടുത്ത് മണപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നോക്കാത്തോണ്ടാ, നമ്മൾ ആ ഭംഗി കാണുന്നേ ഉള്ളൂ. അതെ. പക്ഷെ അതിൽ എൻ്റെ അമ്മ എപ്പോഴും പറയണ്ട, ലോകത്തിന് എല്ലായിടത്തും എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാണ്ട്. ഞാൻ ഇങ്ങനെ ഒരു അമ്മയുണ്ട്, 2 മക്കൾക്കും ഡാൻസ് വേണ്ടെന്ന് അമ്മ പറയും. എന്തുകൊണ്ടാണ് അത് തുടരാതിരുന്നത്? അല്ല, ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ ഈ ജോലിക്ക് പോയല്ലോ. അപ്പോൾ ആ സമയത്ത് ബോംബെയിൽ എങ്ങനെയാ വെച്ചാൽ സ്പേസ് ഒരു പ്രോബ്ലമാണ്. പിന്നെ നമ്മൾ ചവിട്ടിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ഫ്ലാറ്റിന് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ പ്രാക്ടീസ് പോയി തുടങ്ങി. പക്ഷെ ഇപ്പം എനിക്ക് വേണമെന്നുണ്ട്, ഞാൻ തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച്. അപ്പോൾ എനിക്ക് ഈ കൊല്ലം ഒരു ഷോ ചെയ്യണമെന്നാണ് ആഗ്രഹം.